നെക്സ്റ്റ് നമുക്ക് ഇത്ര നേരം പഠിച്ചത് വെച്ചിട്ടുള്ള പ്രോബ്ലംസ് ചെയ്ത് നോക്കാം. ഇപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ വായിച്ചു നോക്കാം. എ സ്റ്റീൽ സ്പെസിമെൻ ഓഫ് 14 mm ഡയമീറ്റർ, 14 mm ഡയമീറ്റർ ഉള്ള ഒരു സ്റ്റീലിന്റെ സ്പെസിമെൻ. അതിന്റെ ലെങ്ത് എന്ന് പറയുന്നത് 200 mm ആണ്. അതെന്താണ്? ഇറ്റ് വാസ് ഫൗണ്ട് എലോങ്ങേറ്റ് 0.2 mm. അത് 0.2 mm എലോങ്ങേറ്റ് ആയി. എപ്പോഴാണ്? ഇറ്റ് ഈസ് സബ്ജക്റ്റഡ് ടു എ ടെൻസൈൽ ലോഡ് ഓഫ് 40 kN. അതിന് ഒരു ടെൻസൈൽ ലോഡിന് സബ്ജക്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ, ടെൻസൈൽ ലോഡ് എന്താ നമ്മൾ തൊട്ട് മുന്നേ പഠിച്ചായിരുന്നു. ടെൻസൈൽ ലോഡായ 40 kN അപ്ലൈ ചെയ്ത് കഴിഞ്ഞപ്പോൾ അതിന്റെ ലെങ്ത്തിന് 0.2 mm ചേഞ്ച് ഉണ്ടായി. അതായത് ഇനീഷ്യലി അതിന് ഉണ്ടായിരുന്ന ലെങ്ത് എന്ന് പറയുന്നത് 200 mm ആയിരുന്നു. ശേഷം ടെൻസൈൽ ലോഡ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞപ്പോൾ 0.2 mm കൂടെ ലെങ്ത് ഇൻക്രീസ് ആയി. അപ്പോൾ ചേഞ്ച് ഇൻ ലെങ്ത്തിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് ഡെൽറ്റ എൽ വെച്ചിട്ടാണ്. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഫൈൻഡ് ദ യങ്സ് മോഡുലസ് ഓഫ് ദ സ്റ്റീൽ സ്പെസിമെൻ. യങ്സ് മോഡുലസ് എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ ഇ കണ്ടുപിടിക്കാനാണ് നമ്മളോട് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ക്യാപിറ്റൽ ഇയുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് നമുക്കറിയാം. ക്യാപിറ്റൽ ഇയുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് ഈസ് ഈക്വൽ ടു സിഗ്മ ഡിവൈഡ് ബൈ എപ്സിലോൺ ആണ്. കാരണം നമ്മുടെ ഇക്വേഷൻ നമ്മൾ നേരത്തെ പഠിച്ചിരുന്നു. സിഗ്മ ഈസ് ഈക്വൽ ടു സ്ട്രെസ് ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ ഇ ഇൻറ്റു എപ്സിലോൺ, അതായത് സ്ട്രെയിൻ. സ്ട്രെസ് ഈസ് ഈക്വൽ ടു യങ്സ് മോഡുലസ് ഇൻറ്റു സ്ട്രെയിൻ എന്നാണ് ഇക്വേഷൻ പഠിച്ചേക്കുന്നത്. അപ്പോൾ ഈ ഇക്വേഷനിൽ നിന്ന് ഡയറക്റ്റ് എടുത്തേക്കുന്ന ഇക്വേഷനാണ് താഴെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് നമുക്ക് എന്താണ് യങ്സ് മോഡുലസ് കണ്ടുപിടിക്കണം. അപ്പോൾ എന്തൊക്കെയാണ് നമുക്ക് വേണ്ടത്? സ്ട്രെസ് വേണം, അതേപോലെ തന്നെ സ്ട്രെയിനും വേണം. സ്ട്രെസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് ലോഡ് ഡിവൈഡ് ബൈ ഇക്വേഷനാണ്, ഫോഴ്സ് ഡിവൈഡ് ബൈ ക്രോസ് സെക്ഷണൽ ഏരിയ. ഫോഴ്സ് 40 kN തന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ക്രോസ് സെക്ഷണൽ ഏരിയ ആണ്. ക്രോസ് സെക്ഷണൽ ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു സിലിണ്ടറിന്റെ ക്രോസ് സെക്ഷണൽ ഏരിയ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഒരു സിലിണ്ടറിനെ മുറിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്താണ് കാണാൻ പറ്റുന്നത്? അതിനെയാണ് ക്രോസ് സെക്ഷണൽ ഏരിയ എന്ന് പറയുന്നത്. ഇവിടെ മുറിച്ച് നമുക്ക് കാണാൻ പറ്റുന്നത് ഈ ഒരു സർക്കുലർ സർഫസ് ആയിരിക്കും. അപ്പോൾ ആ സർക്കിളിന്റെ ഏരിയ ആണ് ക്രോസ് സെക്ഷണൽ ഏരിയ എന്ന് പറയുന്നത്. ഏരിയ ഈക്വൽ ടു π/4d² ആണ്. ഡയമീറ്റർ 14 ആണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഉത്തരം കിട്ടും. അപ്പോൾ ലോഡ് വന്നിരിക്കുന്നത് 40 kN. അതിനെ ന്യൂട്ടണിലോട്ട് കൺവേർട്ട് ചെയ്യണം. 40 × 10⁻³ എന്നാവും. ഓക്കെ. അപ്പോൾ സിഗ്മയുടെ വാല്യൂ നമുക്ക് ഈ ഇക്വേഷനിൽ സ്ട്രെസിന്റെ വാല്യൂ നമുക്ക് ഇതേപോലെ കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഇനി സ്ട്രെയിൻ കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് അറിയാവുന്ന ഇക്വേഷൻ ചേഞ്ച് ഇൻ ലെങ്ത് ഡിവൈഡ് ബൈ ഒറിജിനൽ ലെങ്ത് ആണ്. ഡെൽറ്റ എൽ ഡിവൈഡ് ബൈ എൽ. ചേഞ്ച് ഇൻ ലെങ്ത്തിന്റെ വാല്യൂ 0.2 mm ആണ്. ഒറിജിനൽ ലെങ്ത് 200 mm ആണ്. അത് രണ്ടും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വാല്യൂ കിട്ടും. ഇനി സ്ട്രെസ്സും സ്ട്രെയിനും അറിയാമെങ്കിൽ നമുക്ക് യങ്സ് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി കണ്ടുപിടിക്കാം. ഇനി നെക്സ്റ്റ് പ്രോബ്ലം നോക്കുക. നെക്സ്റ്റ് പ്രോബ്ലത്തിൽ ഒരു സ്റ്റീൽ റോഡാണ്. അതിന്റെ ഡയമീറ്റർ 2 cm ആണ്. ലെങ്ത് 150 cm ആണ്. ഇതിൻ്റെ അകത്ത് നമുക്ക് ടെൻസൈൽ ലോഡ് തന്നെയാണ് കൊടുത്തേക്കുന്നത്. പേര് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ആക്സിയൽ പുള്ളെന്നാണ്. പുള്ളെന്ന് പറഞ്ഞാൽ പിടിച്ച് വലിക്കുക എന്നാണ് അർത്ഥം. അത് ടെൻസൈലാണെന്നാണ് അതിൻ്റെ അർത്ഥം. ടെൻസൈൽ ലോഡ് 20 kN ആണ് കൊടുത്തിരിക്കുന്നത്. ഇഫ് ദ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ഓഫ് ദ റോഡ് ഈസ് 2 × 10⁵ Nm/mm². അതായത് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി നമുക്ക് കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ കണ്ടുപിടിക്കാനായിരുന്നു പറഞ്ഞായിരുന്നത്. ഇവിടെ നമുക്കത് ഡയറക്റ്റ് തന്നേക്കുക. അതായത് ഇയുടെ വാല്യൂ തന്നേക്കുക. ഇനി നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കുന്നത് സ്ട്രെസ്, സ്ട്രെയിൻ, അതേപോലെ തന്നെ എലോങ്ങേഷൻ ഓഫ് ദ റോഡ്. അതായത് സിഗ്മ, എപ്സിലോൺ, അതേപോലെ തന്നെ എലോങ്ങേഷൻ ഓഫ് ദ റോഡ് എന്ന് പറഞ്ഞാൽ ഡെൽറ്റ എൽ ആണ്. ഇത്തരം കാര്യങ്ങളാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ. ഫസ്റ്റ് തന്നെ സ്ട്രെസ് കണ്ടുപിടിക്കാം. സ്ട്രെസ്സിന്റെ ഇക്വേഷൻ നമുക്കറിയാം, ഫോഴ്സ് ഡിവൈഡ് ബൈ ഏരിയ. കഴിഞ്ഞ ക്വസ്റ്റ്യൻ ചെയ്തതുപോലെ അതേ സ്റ്റെപ്പ് തന്നെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സ്ട്രെസ് കിട്ടും. അടുത്ത് കണ്ടുപിടിക്കാനുള്ള സ്ട്രെയിൻ ആണ്. സ്ട്രെയിൻ നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ കണ്ടുപിടിച്ചത് എപ്സിലോൺ ഈസ് ഈക്വൽ ടു ഡെൽറ്റ എൽ ഡിവൈഡ് ബൈ എൽ എന്ന് പറഞ്ഞ ഇക്വേഷൻ യൂസ് ചെയ്തിട്ടായിരുന്നു അല്ലേ? ഡെൽറ്റ എൽ ഡിവൈഡ് ബൈ എൽ. പക്ഷേ ആ കേസിൽ നമുക്ക് ചേഞ്ച് ഇൻ ലെങ്ത് അറിയാമായിരുന്നു. ഇവിടെ നമുക്ക് ചേഞ്ച് ഇൻ ലെങ്ത് എത്ര എന്നുള്ള അറിയില്ല. അതുകൊണ്ട് ഈ ഇക്വേഷൻ യൂസ് ചെയ്ത് കണ്ടുപിടിക്കാൻ പാടാണ്. പകരം നമുക്ക് മറ്റേ ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് സിഗ്മ ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ ഇ ഇൻറ്റു എപ്സിലോൺ എന്ന് പറഞ്ഞ ഇക്വേഷൻ ഉണ്ടല്ലോ. അതിനകത്ത് എപ്സിലോൺ ഇവിടെ നിർത്തിയിട്ട് ബാക്കിയെല്ലാം അപ്പുറത്തോട്ട് കൊണ്ടു കഴിഞ്ഞാൽ എന്താവും? എപ്സിലോൺ ഈസ് ഈക്വൽ ടു സിഗ്മ ഡിവൈഡ് ബൈ ഇ എന്നാവും. ആ ഇക്വേഷനാണ് ഇവിടെ എഴുതിയേക്കുന്നത്. ആ ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് നമുക്ക് കണ്ടുപിടിക്കാം. കാരണം സ്ട്രെസ് നമുക്കറിയാം, നമ്മൾ തൊട്ട് മുന്നേ കണ്ടുപിടിക്കും. ഇയുടെ വാല്യൂ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ഇത് രണ്ടും അറിയാമെങ്കിൽ നമുക്ക് സ്ട്രെയിൻ കണ്ടുപിടിക്കാൻ പറ്റും. ഇനി മൂന്നാമത് നമുക്ക് കണ്ടുപിടിക്കുന്നത് ഡെൽറ്റ എൽ ആണ്. ഡെൽറ്റ എൽ എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ ലെങ്ത്. അതായത് എലോങ്ങേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രത്തോളം വലിഞ്ഞു എന്നാണ്. അതായത് ചേഞ്ച് ഇൻ ലെങ്ത് ആണ് ഉദ്ദേശിച്ചേക്കുന്നത്. അപ്പോൾ ചേഞ്ച് ഇൻ ലെങ്ത് കണ്ടുപിടിക്കാനായിട്ട് എന്ത് ചെയ്യണം? ഈ ഇക്വേഷൻ യൂസ് ചെയ്താൽ പോരെ. ഈ എല്ലിനെ പുറത്തിട്ടുണ്ടായാൽ പോരെ. ഡെൽറ്റ എൽ ഈസ് ഈക്വൽ ടു സ്ട്രെയിൻ ഇൻറ്റു എൽ.
സ്ട്രെയിൻ ഇൻറ്റു എല്ല്. സ്ട്രെയിൻ്റെ വാല്യൂ തൊട്ട് മുന്നേ കണ്ടുപിടിച്ചിട്ടുണ്ട്. എല്ല് 150 സെൻറ്റിമീറ്റർ നമ്മൾ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഉത്തരം കിട്ടും. ക്വസ്റ്റ്യൻ വായിച്ചോളാം. അപ്പോൾ എല്ലാ ക്വസ്റ്റ്യനിലും ചെയ്യുന്ന രീതി, കാര്യങ്ങൾ, ഇക്വേഷൻസ് ഒക്കെ സെയിം ആണ്. ജസ്റ്റ് ഷേപ്പിന് എന്തെങ്കിലും ചേഞ്ച് ഒക്കെ വരുന്നുള്ളൂ. ബാക്കി പ്രോസസ്സും കാര്യങ്ങളൊക്കെ സെയിം ആണ്. ആ 1-2 ഇക്വേഷൻ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കാണാപ്പാടം വിളിച്ചാൽ മതി. ഇതിൻ്റെ അകത്ത് പറയുന്നത് സ്റ്റീൽ ബാറാണ്. 1.5 മീറ്റർ ലോങ്ങും 50 മില്ലിമീറ്റർ വിത്തുള്ള ഒരു സ്റ്റീൽ ബാർ. അപ്പോൾ ലെങ്ത്ത് 1.5 മീറ്റർ ആണ്. വിത്ത് എന്ന് പറയുന്നത് ഈ ലെങ്ത് ആട്ടോ, അത് 50 മില്ലിമീറ്റർ ആണ്. തിക്നെസ് 20 മില്ലിമീറ്റർ ആണ്. അതിൻ്റെ അകത്ത് 120 കിലോ ന്യൂട്ടൺ ടെൻസൈലിലൂടെ ആക്ട് ചെയ്യാന്നാണ് പറഞ്ഞേക്കുന്നത്. ടെൻസൈലിലൂടെ, അതാണ് ഈ കൊടുത്തേക്കുന്നത്, ടെൻസൈലിലൂടെ. ഇഫ് ദ എക്സ്റ്റൻഷൻ ഇൻ ദ ലെങ്ത് ഓഫ് ദ ബാർ ഈസ് 0.9, അതായത് ഇങ്ങനെ ഒരു ടെൻസൈലിലൂടെ കൊടുത്തു കഴിഞ്ഞപ്പോൾ നമ്മുടെ ബാറിനുണ്ടായ എലോങ്ങേഷൻ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 0.9 മില്ലിമീറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മളോട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് സ്ട്രെസ്, സ്ട്രെയിന്, അതുപോലെ തന്നെ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി, ഈ 3 കാര്യങ്ങളാണ്. സ്ട്രെസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഫോഴ്സ് ഡിവൈഡ് ബൈ ഏരിയ. ഫോഴ്സ് 120 കിലോ ന്യൂട്ടൺ തന്നിട്ടുണ്ട്. അപ്പോൾ അത് അതുപോലെ നമുക്ക് സബ് ചെയ്യാം. 120 ഇൻറ്റു 10⁻³ 10⁻³ കൊടുക്കണം. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ 120 കിലോ ന്യൂട്ടൺ ആണ്. അത് നമ്മൾ ന്യൂട്ടണിലോട്ട് കൺവേർട്ട് ചെയ്യണേ. ഇനി ഡിവൈഡ് ബൈ ഏരിയ. ഏരിയ നമ്മൾ കണ്ടുപിടിക്കണം. ഏരിയ ഓഫ് ക്രോസ് സെക്ഷനിൽ ഏരിയ എന്ന് പറഞ്ഞാൽ പറഞ്ഞു, ഇതിനെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഏരിയ. അത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ കാണാൻ പറ്റുന്ന ഭാഗം അതായിരിക്കും ക്രോസ് സെക്ഷനായിട്ട് ഈ ഒരു റെക്ടാങ്കുലർ പാർട്ടാണ് അല്ലേ. അതിൻ്റെ ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? വിഡ്ത്ത് ഇൻറ്റു തിക്നെസ് ആണ് അല്ലേ. അതായത് ഈ ഒരു പാർട്ട് കണ്ടില്ലേ, ഇത് ഈ ഒരു ഏരിയ ആണ് ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ വിഡ്ത്ത് നമുക്ക് തന്നിട്ടുണ്ട്, തിക്നെസ്സും അറിയാം. അത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്താൽ മതി. വിഡ്ത്ത് ഇൻറ്റു തിക്നെസ്. വിഡ്ത്ത് 50 മില്ലിമീറ്റർ ആണ്, തിക്നെസ് 20 മില്ലിമീറ്റർ ആണ്. രണ്ടും മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1000 മില്ലിമീറ്റർ സ്ക്വയർ കിട്ടും. അപ്പോൾ ആ ഏരിയ സ്ട്രെസ്സിൻ്റെ ഇക്വേഷനിൽ സബ് ചെയ്യുക, സ്ട്രെസ്സിൻ്റെ വാല്യൂ കിട്ടും. പിന്നെ സ്ട്രെയിൻ കണ്ടുപിടിക്കണം. സ്ട്രെയിൻ ഈസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ ലെങ്ത് ഡിവൈഡ് ബൈ ഒറിജിനൽ ലെങ്ത് ആണ് നമുക്കറിയാം. ചേഞ്ച് ഇൻ ലെങ്ത് 0.9 മില്ലിമീറ്റർ. ഒറിജിനൽ ലെങ്ത് 1.5 മീറ്റർ എന്നാണ് പറഞ്ഞേക്കണം. ആ മീറ്ററിനെ മില്ലിമീറ്ററിലോട്ട് കൺവേർട്ട് ചെയ്തേക്കണേ ഈ 10⁻³ വെച്ചിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഉത്തരം സ്ട്രെയിൻ്റെ വാല്യൂ കിട്ടും. ഇനി സ്ട്രെസ്സും സ്ട്രെയിനും അറിയാമെങ്കിൽ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി കണ്ടുപിടിക്കാൻ ഒരു ബുദ്ധിമുട്ടില്ല. മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി അല്ലെങ്കിൽ യങ്സ് മോഡുലസ് ക്യാപിറ്റൽ ഇ ഈസ് ഈക്വൽ ടു സ്ട്രെസ് ഡിവൈഡ് ബൈ സ്ട്രെയിൻ ആണ്. അതായത് സ്ട്രെസ് ഡിവൈഡ് ബൈ സ്ട്രെയിൻ. ഉത്തരം നമുക്ക് കിട്ടും. ഒരു ഹോളോ സിലിണ്ടർ ആണ് പറയുന്നത്. ഹോളോ സിലിണ്ടർ എന്ന് പറഞ്ഞാൽ സോളിഡ് ആയിട്ടുള്ള സിലിണ്ടർ അല്ല, അതിൻ്റെ അകത്ത് ഓട്ടയാണ്, അതിൻ്റെ അകത്ത് ഹോളാണ്. അപ്പോൾ അതിൻ്റെ ഔട്ട്സൈഡ് ഡയമീറ്ററും ഇൻസൈഡ് ഡയമീറ്ററും പറഞ്ഞിട്ടുണ്ട്. ഔട്ട്സൈഡ് ഡയമീറ്റർ 75 mm, ഇൻസൈഡ് ഡയമീറ്റർ അകത്തുള്ള സർക്കിളിൻ്റെ ഡയമീറ്റർ 60 mm. ഔട്ട്സൈഡ് ഡയമീറ്റർ ക്യാപിറ്റൽ ഡി വെച്ചിട്ട് മാർക്ക് ചെയ്തു, ഇൻസൈഡ് ഡയമീറ്റർ സ്മോൾ ലെറ്റർ ഡി. സിലിണ്ടറിൻ്റെ ലെങ്ത് 600 mm എന്ന് പറഞ്ഞിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ. ആൻഡ് ഇത് സബ്ജക്റ്റ് ടു കംപ്രസീവ് ലോഡ്. കംപ്രസീവ് ലോഡാണ് അതിൻ്റെ അകത്ത് കൊടുത്തേക്കുന്നത്. ലോഡ് 50 കിലോ ന്യൂട്ടനാണ്. കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കുന്നത് നോർമൽ സ്ട്രെസ്സും, അതായത് സ്ട്രെസ്സും ഷോർട്ടനിങ് ഇൻ ലെങ്ത്. ഷോർട്ടനിങ് ഇൻ ലെങ്ത് പറഞ്ഞാൽ വേറെ നോക്കണ്ട, ഡെൽറ്റയിലാണ് കണ്ടുപിടിക്കേണ്ടത്. ചേഞ്ച് ഇൻ ലെങ്ത്തും കണ്ടുപിടിക്കണം. അവസാനം നമുക്കൊരു ഗിവൺ ഡാറ്റ തന്നിട്ടുണ്ട്. മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ഇയുടെ വാല്യൂ എത്ര എടുക്കണം എന്ന് പറഞ്ഞേക്കണേ? 100 ജിഗാ പാസ്കൽ. ജിഗാ പാസ്കൽ, ജി എന്ന് പറഞ്ഞാൽ ജിഗ എന്ന് കേട്ടോ. ജിഗ എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കണേ വേറെ ഒന്നുമില്ല. ഇത് കണ്ട, ജിഗാ പാസ്കൽ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് 10⁻9 എന്നാണ്. ഓക്കെ, അതായത് ജിഗാ പാസ്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100 ജിഗാ പാസ്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100 ഇൻറ്റു 10⁻9, അത് 9 10⁻9 പാസ്കൽ എന്നാണ് അതിൻ്റെ അർത്ഥം. ഇപ്പം 100 കിലോ ന്യൂട്ടൺ വന്നപ്പോൾ നമ്മൾ എന്ത് ചെയ്തത്? 100 കിലോ ന്യൂട്ടൺ അതിനെന്ത് വെച്ച് മൾട്ടിപ്ലൈ ചെയ്തു? 100 ഇൻറ്റു 10⁻³ വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്തു ന്യൂട്ടൺ ആക്കാൻ വേണ്ടിയിട്ട്. അതായത് കിലോയുടെ അർത്ഥം എന്ന് പറഞ്ഞാൽ 1000 എന്നാണ്. അപ്പോൾ 10⁻³ എന്ന് പറഞ്ഞാൽ 1000 ആണ്. 1000 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ ഇവിടെ കെക്ക് പകരം ജിഗാന്ന് വന്നേക്കണം. ഇപ്പോൾ കിലോ പാസ്കലിനാണെങ്കിൽ നമ്മൾ 10⁻³ വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ, പക്ഷേ ഇവിടെ നമുക്ക് ജി വന്നേക്കണം. ജിഗ. ജിഗ എന്ന് പറഞ്ഞാൽ നമ്മൾ 10⁻9 വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ 100 ജിഗാ പാസ്കൽ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം 100 ഇൻറ്റു 10⁻9 പാസ്കൽ എന്നാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ തന്നിട്ട് നമ്മളോട്
സ്ട്രെസ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടാണ്. ഇവിടെ കൺവേർഷൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ. 100 ജിഗാ പാസ്കലിനെ 100 പാസ്കലാക്കിയിട്ടുണ്ടോ. 100 × 10⁹ പാസ്കൽ. പാസ്കൽ എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, ന്യൂട്ടൺ പെർ മില്ലിമീറ്റർ സ്ക്വയർ ചുരുക്കി ചെയ്തേക്കണം കേട്ടോ. ഇനി സ്ട്രെസ്സിന്റെ ഇക്വേഷൻ നമുക്കറിയാം. സ്ട്രെസ്സിന്റെ ഇക്വേഷൻ എന്താ? ഫോഴ്സ് ഡിവൈഡ് ബൈ ക്രോസ് സെക്ഷണൽ ഏരിയ ആണ്. ഫോഴ്സ് 50 kN എന്ന് ഡയറക്റ്റ്ലി തന്നേക്കുക. പിന്നെ നമുക്ക് എന്ത് മാത്രം മതി? ഏരിയ. പക്ഷെ ഇവിടെ ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിവിടെ ടോട്ടൽ ഏരിയ വേണോ? ഇപ്പൊ സാധാ ഒരു സിലിണ്ടർ ആണെങ്കിൽ നമുക്ക് ഫുൾ സർക്കിളിന്റെ ഏരിയ എടുക്കാമായിരുന്നു. പക്ഷെ ഇവിടെ ഫുൾ സർക്കിൾ ഉണ്ടോ? ഇപ്പൊ ഇങ്ങനെ എടുക്കുവാണെങ്കിൽ കട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ഉള്ളിൽ സെൻറ്ററിലെ ഹോളാണ്. നമുക്ക് ഈ ഹോളില്ലാത്ത പാർട്ടിന്റെ ഏരിയ മാത്രം മതി. അപ്പൊ ഈ ഹോളില്ലാത്ത പാർട്ടിന്റെ ഏരിയ മാത്രം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് ഈ കാണിച്ചേക്കുന്നത്. ഏരിയ ഈക്വൽ ടു, സാധാരണ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ π/4 d² എന്നായിരുന്നു സാധാ സർക്കിളിന്റെ. പക്ഷെ ഇവിടെ നമുക്കെന്താ, ഈ ഉള്ളിലത്തെ ചെറിയ സർക്കിൾ അതിൽ നിന്ന് മൈനസ് ചെയ്തിടണം. കാരണം അവിടെ ഓട്ടയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇക്വേഷൻ ഇതുപോലെ മോഡിഫൈ ചെയ്യും. π/4 ഇൻറ്റു ക്യാപിറ്റൽ d², വലിയ ഡയമീറ്റർ സ്ക്വയർ മൈനസ് ചെറിയ ഡയമീറ്റർ സ്ക്വയർ. അപ്പൊ ഈ ഇക്വേഷൻ ഇട്ട് ചെയ്താലാണ് നമുക്ക് അവിടുത്തെ ക്രോസ് സെക്ഷനിൽ ഏരിയ കിട്ടുള്ളൂ. ഇനി ക്രോസ് സെക്ഷനിൽ ഏരിയ കിട്ടി കഴിഞ്ഞാൽ നമുക്ക് സ്ട്രെസ് കണ്ടുപിടിക്കാം. സ്ട്രെസ് ഇസ് ഈക്വൽ ടു ലോഡ്, ഫോഴ്സ് 50 kN ആണ്. അപ്പൊ കിലോ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ന്യൂട്ടണിൽ മതി. അപ്പൊ അതുകൊണ്ട് 10⁻1000 വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യും. 50 × 10⁻³ ഡിവൈഡ് ബൈ ക്രോസ് സെക്ഷനിൽ ഏരിയ കിട്ടിയ വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് സ്ട്രെസ് കിട്ടും. ഇനി ചേഞ്ച് ഇൻ ലെങ്ത് കണ്ടുപിടിക്കണം. ചേഞ്ച് ഇൻ ലെങ്ത് കണ്ടുപിടിക്കാൻ നമുക്കിവിടെ വേറെ വഴിയൊന്നുമില്ല. വേറെ സ്ട്രെസ്സും നമുക്കറിയില്ല, സ്ട്രെയിനും നമുക്കറിയില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ ഒരു ഇക്വേഷൻ നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ട്. ഡെൽറ്റ എൽ ഈസ് ഈക്വൽ ടു, നമ്മൾ നേരത്തെ തിയറി പഠിച്ചപ്പോൾ ഒരു ഇക്വേഷൻ ബോക്സിലാക്കി വെച്ചായിരുന്നു. ഡെൽറ്റ എൽ ഈസ് ഈക്വൽ ടു PL ഡിവൈഡ് ബൈ A. അതായത് PL എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോഡാണ്, ഫോഴ്സ് 50 kN. L എന്ന് പറഞ്ഞാൽ ഒറിജിനൽ ലെങ്ത്, A എന്ന് പറഞ്ഞാൽ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ നമ്മൾ കണ്ടുപിടിച്ചാണ്. E എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യങ്സ് മോഡുലസ് നമുക്ക് തന്നിട്ടുണ്ട് 100 ജിഗാ പാസ്കൽ. അപ്പൊ ഇക്വേഷൻ മാത്രം അറിഞ്ഞാൽ മതി, ഡയറക്റ്റ് ചുമ്മാ ഇട്ട് കൊടുത്താൽ മതി. അപ്പൊ ഇതുപോലെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഡെൽറ്റ എല്ലിന്റെ വാല്യൂ കിട്ടും. കാൽക്കുലേറ്ററിൽ ഇട്ട് കൊടുത്ത് ചെയ്താൽ മതി. മുമ്പ് ഞാൻ പറയുന്ന ഇക്വേഷൻസ് ഒക്കെ അപ്പം തന്നെ ഒരു ബോക്സിലാക്കി എഴുതി അതിൻ്റെ അകത്ത് ഓരോ അക്ഷരങ്ങളും, ഇപ്പൊ P എന്താണ്, L എന്താണ്, A എന്താണ്, E എന്താന്നുള്ളത് അപ്പം തന്നെ എഴുതി വെക്കുക. ഇപ്പൊ ഇക്വേഷൻസ് എവിടെയെങ്കിലും എഴുതി മാറ്റി വെച്ച് കഴിഞ്ഞാൽ പിന്നീട് ആ ഇക്വേഷൻ റെഫർ ചെയ്ത് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ഇത് എവിടെ നിന്നാണ് വന്നത്, എങ്ങനെ ഈ ഇക്വേഷൻ വന്നെന്നുള്ളത് ചിന്തിച്ചുകൊണ്ടിരിക്കേണ്ടി വരും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അപ്പോൾ ഈ ഒരു പാർട്ടിലെ ക്വസ്റ്റ്യൻസ് ഈസി ആയിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ്. അതുകൊണ്ട് കുറച്ച് കൂടുതൽ ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിലും എല്ലാം കറക്റ്റായിട്ട് നോക്കിയിട്ട് പോവാം. ഇതിൻ്റെ അകത്ത് പറയുന്നത് ഒരു സ്റ്റീൽ വയറുണ്ട്, 2 മീറ്റർ ലെങ്ത് ആണ്. അപ്പോൾ സ്റ്റീലിൻ്റെ ഡാറ്റാസ് ഒക്കെ നമ്മൾ താഴത്തോട്ട് എടുത്ത് വരുമ്പോൾ അടിയിൽ ചെറിയ എസ് കൊടുക്കും കേട്ടോ. കാരണം അവിടെ 2 മെറ്റീരിയൽ വരുന്നുണ്ട്. അടുത്ത മെറ്റീരിയൽ വരുന്ന ബ്രാസാണ്. അപ്പോൾ ബ്രാസിൻ്റെ വരുമ്പോൾ നമ്മൾ അടിയിൽ എന്ത് ചെയ്യും, ചെറിയ ബി കൊടുക്കും. ഇപ്പോൾ LS എന്ന് പറഞ്ഞാൽ ലെങ്ത് ഓഫ് സ്റ്റീലാണ്, LB എന്ന് പറഞ്ഞാൽ ലെങ്ത് ഓഫ് ബ്രാസ് ആണ്. അപ്പോൾ 2 മീറ്റർ ലെങ്ത് ആണ്, 2 മീറ്റർ ലെങ്ത്, 3 മില്ലിമീറ്റർ ഡയമീറ്റർ ആണ്, 3 മില്ലിമീറ്റർ ഡയമീറ്റർ എടുത്ത് എഴുതി. ഇറ്റ് ഈസ് എക്സ്റ്റെൻഡഡ് ബൈ 0.75 millimeter ഡ്യൂ ടു വെയിറ്റ് സസ്പെൻഡഡ് ഫ്രോം ദ വയർ. അതായത് അതിൻ്റെ അകത്ത് ഒരു വെയിറ്റ് കൊടുത്തിട്ടുണ്ട്, ഒരു ഫോഴ്സ് കൊടുത്തിട്ടുണ്ട്. ആ ഫോഴ്സ് മൂലം അത് എത്രത്തോളം എക്സ്റ്റെൻഡ് ചെയ്തു, ലെങ്ത് കൂടി, 0.75 millimeter ലെങ്ത് കൂടി. അതായത് ചേഞ്ച് ഇൻ ലെങ്ത് എന്ന് പറയുന്നത് 0.75 millimeter. ഇഫ് ദ സെയിം വെയിറ്റ് സസ്പെൻഡഡ് ഫ്രോം ദ ബ്രാസ് വയർ, അതായത് ഈ ബ്രാസിന്റെ വയറിൽ നമ്മൾ ഈ സെയിം വെയിറ്റ് തന്നെ കൊടുക്കുകയാണെങ്കിൽ അവിടെ എന്തായിരിക്കും സംഭവിക്കുന്നതെന്ന് ചോദിച്ചേക്കണം. അതായത് അത് കഴിഞ്ഞിട്ട് നമ്മുടെ ബ്രാസിന്റെ ഡീറ്റെയിൽസ് തന്നിട്ടുണ്ട്. 2.5 മീറ്റർ ലെങ്ത് ആണ്, 2 മില്ലിമീറ്റർ ഡയമീറ്റർ ആണ്, അതേപോലെ തന്നെ അത് എത്രത്തോളം എലോമിനേറ്റ് ആയി എന്നുള്ളതും തന്നിട്ടുണ്ട്. 4.65 മില്ലിമീറ്റർ എലോമിനേറ്റ് ആയി. അപ്പൊ ഇങ്ങനെയൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ ഈ ഒരു കണ്ടീഷൻ നമ്മളോട് പറഞ്ഞേക്കുന്നത് ഡിറ്റർമൈൻ ദ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ഓഫ് ദ ബ്രാസ്. നമ്മുടെ ബ്രാസിന്റെ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി കണ്ടുപിടിക്കാൻ നമ്മളോട് പറഞ്ഞേക്കാം. എന്നിട്ട് പറയാണ് സ്റ്റീലിന്റെ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി എത്രയാണ്, 2 × 10⁵5 Nm/mm² ആണെന്ന് പറയുകയും ചെയ്തു. അപ്പൊ ഇവിടെ ഉള്ളൊരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റീലിന്റെ കുറെ സാധനങ്ങൾ തന്നിട്ടുണ്ട്, ബ്രാസിന്റെ കുറെ സാധനങ്ങൾ തന്നിട്ടുണ്ട്. അതിനുശേഷം ബ്രാസിന്റെ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി കണ്ടുപിടിക്കാൻ നമ്മളോട് പറഞ്ഞേക്കാം. ഇവിടെ പറഞ്ഞിരിക്കുന്ന വേറെ കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റീലിന് എന്തോ ഒരു വെയിറ്റ് നമ്മൾ ഇട്ട് കൊടുത്തു. അതായത് എന്തോ ഒരു ലോഡ്, വെയിറ്റ് എന്ന് പറഞ്ഞാൽ ലോഡ് തന്നെ കേട്ടോ, P ലോഡ് എന്തോ നമ്മൾ ഇട്ട് കൊടുത്തു. ആ ലോഡ് തന്നെയാണ് നമ്മൾ ബ്രാസിന് കൊടുത്തേക്കുന്നത്. അപ്പോൾ ബ്രാസിന്റെ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി അല്ലെങ്കിൽ യങ്സ് മോഡുലസ് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് ഈ സാധനം വേണം. അപ്പോൾ അത് നമ്മൾ ഇതിൽ നിന്ന് കണ്ടുപിടിക്കും, സ്റ്റീൽ വെച്ചിട്ട് കണ്ടുപിടിക്കും. സ്റ്റീലിൽ നിന്ന് കണ്ടുപിടിച്ചതിന് ശേഷം അത് സെയിം തന്നെയാണല്ലോ ബ്രാസിന് വന്നേക്കണം. അത്
ബ്രാസിന് നമ്മൾ ഇട്ട് കൊടുക്കുകയാണ്. അപ്പൊ ആദ്യം ഫോർ സ്റ്റീൽ വയർ ഡെൽറ്റ എൽ ഈസ് ഈക്വൽ ടു നമ്മൾ കണ്ടേക്കുന്ന ഇക്വേഷൻ ആണ് പി എൽ ഡിവൈഡ് ബൈ എ. അതിൻ്റെ അകത്ത് നമുക്ക് അതിൽ നിന്ന് കിട്ടേണ്ട വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താ പി ആണ്, വെയിറ്റ് അല്ലെങ്കിൽ ലോഡ്. പീനെ മാത്രം ഇവിടെ നിർത്തിയിട്ട് ബാക്കി എല്ലാ വാല്യൂസും അപ്പുറത്തോട്ട് കൊണ്ടുപോയി കാണണം. എന്നിട്ട് മോഡിഫൈഡ് ഇക്വേഷൻ എഴുതിക്കണേ കാണണം. അതിൻ്റെ അകത്ത് എല്ലാ വാല്യൂസും നമുക്ക് അറിയാം. ഡെൽറ്റ എൽ അറിയാം, എല്ലാം ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. ഏരിയ അറിയാം, ഏരിയ എന്ന് പറഞ്ഞാൽ എത്രയാ 5/4 ഇൻറ്റു 5/4 ഇൻറ്റു d3 സ്ക്വയർ. പിന്നെ യങ്സ് മോഡുലസ് ഓഫ് ഇലാസ്റ്റിറ്റി ഇ 2 ഇൻറ്റു 10⁵ ആണ്. ഡിവൈഡ് ബൈ എൽ ലെങ്ത് എത്രയാ 2 മീറ്റർ എന്നാണ് നേക്കണേ. ബാക്കിയെല്ലാം നമ്മൾ മില്ലിമീറ്ററിലാണ് അവിടുത്തെ. അപ്പം ഈ ലെങ്ത്തും മില്ലിമീറ്റർ തന്നെ കൊടുക്കണമല്ലോ. അതിന് വേണ്ടിയിട്ട് മീറ്റർ 2 മീറ്ററിനെ മില്ലിമീറ്ററിലായിട്ട് കൺവേർട്ട് ആക്കിയതാണ് ഈ 2 ഇൻറ്റു 10⁵ എന്ന് കൊടുത്തതാണ്. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു വാല്യൂ കിട്ടും. അതായത് നമുക്ക് നമ്മളെന്താ നമ്മുടെ സ്റ്റീലിൽ കൊടുത്തിരുന്ന വെയിറ്റ് എത്രയാണെന്നുള്ളത് കിട്ടും. അത് 530 ന്യൂട്ടനാണ്. ഇതേ വെയിറ്റ് തന്നെയാണ് ബ്രാസിലും കൊടുത്തേക്കണം നിങ്ങൾ പറഞ്ഞു. അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഈ വാല്യൂ നമ്മൾ കണ്ടുപിടിച്ചത്. പിന്നെ ഈ ബ്രാസിനെ കണ്ടുപിടിക്കാൻ എളുപ്പം. ബ്രാസിന്റെ യങ്സ് മോഡുലസ് നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. ബ്രാസിന്റെ കേസിലോട്ട് വരുമ്പോൾ കണ്ടോട്ടോ, ബ്രാസിന്റെ ഇക്വേഷൻ വീണ്ടും നമ്മൾ എടുത്തു തരും. നമുക്ക് വേണ്ടത് ബ്രാസിന്റെ ഇ വേണ്ടേ, യങ്സ് മോഡുലസ്. അത് മാത്രം ഒരു സൈഡിലോട്ട് നമ്മൾ മാറ്റി നിർത്തിയിട്ട് ബാക്കിയെല്ലാം അപ്പുറ സൈഡിൽ എത്തിച്ചു. അങ്ങനെ കിട്ടിയ ഇക്വേഷനാണ് ഈ കാണുന്ന ഇക്വേഷൻ. അതിനുശേഷം നമുക്ക് അറിയില്ലാത്തത് പി ആയിരുന്നു. ആ പി നമ്മൾ മേലെ നിന്ന് കണ്ടുപിടിച്ചു സ്റ്റീലിന്റെ വെച്ചിട്ട്. അപ്പോൾ ആ പി എൻ്റർ ചെയ്തു, ബാക്കി എല്ലാ വാല്യൂസും ഇൻക്ലൂഡ് ചെയ്ത് കൊടുത്തു. നമുക്ക് ഉത്തരം കിട്ടും. നിങ്ങൾ ചെയ്ത് നോക്കുക. ഈ ക്വസ്റ്റ്യനിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ട്രെയിറ്റ് ബാർ 450 mm ടോട്ടൽ ലെങ്ത് ഉള്ള ഒരു ബാറാണ്. അതിൻ്റെ ആദ്യത്തെ 200 mm അതിൻ്റെ ഡയമീറ്റർ എന്ന് പറയുന്നത് 10 mm ആണ്. അപ്പോൾ ഇതുവരെയുള്ള സ്റ്റീൽ ബാറിലൊക്കെ നമ്മൾ കണ്ടതിൽ എല്ലാത്തിനും യൂണിഫോം ഡയമീറ്റർ ആയിരുന്നു, ഒരേ ഡയമീറ്റർ ആയിരുന്നു. പക്ഷേ ഇതിൻ്റെ കേസിൽ വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ 200 മീറ്ററിൽ ഡയമീറ്റർ 10 mm ആണ്. പിന്നീടുള്ള 250 mm ഡയമീറ്റർ 20 mm ആണ്. ഇതാണ് ആദ്യത്തെ സെന്റൻസിൽ ഇവിടെ പറഞ്ഞേക്കണം. ഇനി അതിൻ്റെ അകത്ത് പറയുകയാണ് ഇഫ് ദ ബാർ ഈസ് സബ്ജക്റ്റഡ് ടു ആൻ ആക്ച്വൽ പുഷ് ഓഫ് 10 kN. ഇതിൻ്റെ അകത്ത് പുഷ്, അതായത് കംപ്രസീവ് ഫോഴ്സ് ആണ് ആക്ട് ചെയ്യുന്നത്. ഇതിൻ്റെ ലെങ്ത് കുറയ്ക്കുന്ന ഫോഴ്സ് ആണ് ആക്ട് ചെയ്യുന്നത്. അതിൻ്റെ വാല്യൂ 10 kN ആണ്. അങ്ങനെയാണെങ്കിൽ എന്ത് കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കണേ? ഡിറ്റർമൈൻ ദ ഡിക്രീസ് ഇൻ ലെങ്ത്, അതായത് എത്രത്തോളം ലെങ്ത് ചേഞ്ച് ആയി എന്നുള്ളത് കണ്ടുപിടിക്കണം. ഡെൽറ്റ എൽ കണ്ടുപിടിക്കണം. അവസാനം നമ്മളോട് പറഞ്ഞേക്കാണ് ടേക്ക് മോഡുലസ് ഓഫ് ഇലാസ്റ്റിറ്റി, ഈയുടെ വാല്യൂ എടുക്കാൻ പറഞ്ഞേക്കണം. ഈ 2 ഇൻറ്റു 10⁵ Nm², ആയിട്ട് എടുത്തോളാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ തന്നേക്കുവാണ്. നമ്മളോട് ചേഞ്ച് ഇൻ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടോ. അപ്പൊ ഇവിടെ ചേഞ്ച് ഇൻ ലെങ്ത് നമ്മൾ ഇതിനെ ചുരുക്കാൻ നോക്കുക. രണ്ട് സൈഡിൽ നിന്ന് ഫോഴ്സ് അപ്ലൈ ചെയ്തിട്ട് ചുരുക്കാൻ നോക്കുമ്പോൾ ലെങ്ത് ചേഞ്ച് ആവും. ഈ ചേഞ്ച് ഇൻ ലെങ്ത് എന്ന് പറയുന്നത് ഈ ഒന്നാമത്തെ പോർഷനും രണ്ടാമത്തെ പോർഷനും രണ്ട് രീതിയിലായിരിക്കും. കാരണം യൂണിഫോം സ്ട്രെങ്ത് അല്ലല്ലോ, രണ്ടിനും രണ്ട് രീതിയിലുള്ള സ്ട്രെങ്ത്തും കാര്യങ്ങളൊക്കെയാണ്. ഇപ്പൊ രണ്ട് രീതിയിലാണ് ഇതിന്റെ ലെങ്ത് ചുരുങ്ങാനായിട്ട് പോകുന്നത്. അപ്പൊ അത് രണ്ട് നമ്മൾ കണ്ടുപിടിക്കണം. ആദ്യത്തെ പോർഷന്റെ ചേഞ്ച് ഇൻ ലെങ്ത്തും രണ്ടാമത്തെ പോർഷന്റെ ചേഞ്ച് ഇൻ ലെങ്ത്തും കണ്ടുപിടിച്ചത് അത് രണ്ടും ആഡ് ചെയ്താലാണ് നമുക്ക് ടോട്ടൽ ചേഞ്ച് ഇൻ ലെങ്ത് കിട്ടുള്ളൂ. ടോട്ടൽ ഡിക്രീസ് ഇൻ ദ ലെങ്ത് എന്ന് പറയുന്നത് എഴുതിയേക്കണം ഡെൽറ്റ L1 പ്ലസ് ഡെൽറ്റ L2. ഡെൽറ്റ L1 ഇതിന്റെയും ഡെൽറ്റ L2 ഇതിന്റെയാണ്. ഓക്കെ, അപ്പൊ ചേഞ്ച് ഇൻ ലെങ്ത് കണ്ടുപിടിക്കാനായിട്ട് ഇക്വേഷൻ നമുക്കറിയാം. ഡെൽറ്റ L ഈസ് ഈക്വൽ ടു PL ഡിവൈഡ് ബൈ AE. അപ്പൊ നമുക്ക് ഇവിടെ എഴുതുമ്പോൾ എങ്ങനെ എഴുതാം? P1 L1 ഡിവൈഡ് ബൈ A1 E1 പ്ലസ് P2 L2 ഡിവൈഡ് ബൈ A2 E2 എന്ന് പറഞ്ഞിട്ട് എഴുതാം. ഒറ്റയടിക്ക് പരിപാടി എടുക്കാം. ഇനി ഇതിൻ്റെ അകത്ത് ഈ പി എന്ന് പറഞ്ഞ സാധനം ഇ എന്ന് പറഞ്ഞ സാധനം ഇത് രണ്ടിനും ഇതിനും സെയിമാണ്. കാരണം പി എന്ന് പറഞ്ഞാൽ ലോഡാണ്. അത് രണ്ട് പാർട്ട് 1 ആണെങ്കിൽ പാർട്ട് 2-നാണെങ്കിൽ ലോഡ് നമ്മൾ അപ്ലൈ ചെയ്ത് 10 kN ആണ്. അതിൻ്റെ അകത്ത് ഒരു മാറ്റം വരില്ല. പിന്നെ ഇ എന്ന് പറയുന്നത് ഈ യങ്സ് മോഡുലസാണ്. അത് കോൺസ്റ്റന്റ് വാല്യൂ ആണ്. അപ്പൊ അതിനും ചേഞ്ച് വരില്ല. ഈ ചേഞ്ച് വരാത്ത വാല്യൂ കൊണ്ട് നമ്മൾ 1, 2 എന്ന് പറഞ്ഞ് കൊടുക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് അതിനെ കോമൺ ആക്കി നമുക്ക് പിന്നും ഇന്നും തന്നെ കൊടുക്കാം. അതിനുശേഷം ആ പിനെയും മീനെ നമ്മൾ വെളിയിലിട്ട് എടുത്തേക്കണതാണ് ഈ സ്റ്റെപ്പിൽ കാണുന്നത്. ഓക്കെ, അപ്പൊ പിയും ഇയും വെളിയിലിട്ട് എടുത്താൽ പിന്നെ അകത്ത് ബാലൻസ് വരുന്നത് L1 ഡിവൈഡ് ബൈ A1 പ്ലസ് L2 ഡിവൈഡ് ബൈ A2 എന്ന് പറഞ്ഞ സംഭവമാണ്. ഇതിൻ്റെ അകത്ത് L1 ഉം L2 നമുക്ക് അറിയാം. ലെങ്ത് ആണ് 200 mm 250 mm. അറിയില്ലാത്തത് A1 A2 ആണ്.
ഇതിന്റെ ഏരിയ അതേപോലെ തന്നെ ഇതിന്റെ ഏരിയ, ആ ഏരിയ നമ്മളിവിടെ കണ്ടുപിടിച്ചേക്കുക. ഡയമീറ്റർ അറിയാമെങ്കിൽ ഏരിയ കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടൊന്നുമില്ലോ, അതാണ് ഇവിടെ കണ്ടുപിടിച്ച് വെച്ചത്. അപ്പൊ ആ കിട്ടിയ ഏരിയയും കൂടെ ഇവിടെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടോട്ടൽ, ബാക്കി കാൽക്കുലേറ്ററിൽ നിങ്ങളാണ് വർക്ക് ചെയ്യേണ്ടത്, ടോട്ടൽ വാല്യൂ നിങ്ങൾക്ക് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. 0.1672 എന്നാണ് ഉത്തരം കിട്ടണം. ചെയ്ത് നോക്കുക. അപ്പൊ ഇത്രയും പ്രോബ്ലംസ് ആണ് ഈ ഒരു പോർഷനിലുള്ളത്. കുറച്ചധികം പ്രോബ്ലം ചെയ്യിപ്പിച്ചു. അപ്പൊ ആ എല്ലാ പ്രോബ്ലം നിങ്ങൾ പഠിക്കണം. എന്നാലാണ് ഈ ഒരു പാർട്ടിയിൽ നിന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. ഒരു തിയറിയാണ് സ്ട്രെസ് സ്ട്രെയിൻ ഡയഗ്രാം. ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. സ്ട്രെസ് സ്ട്രെയിൻ ഡയഗ്രാം എന്ന് പറഞ്ഞ ഒരു ഗ്രാഫാണ്. എക്സ് ആക്സിസിൽ സ്ട്രെയിനും വൈ ആക്സിസിൽ സ്ട്രെസ്സും ഉള്ള ഒരു ഗ്രാഫാണ്. സ്ട്രെസ്സും സ്ട്രെയിനും തമ്മിലുള്ള റിലേഷൻഷിപ്പാണ് ഈ ഗ്രാഫിൽ കാണിക്കുന്നത്. അതായത് ഒരു ബോഡി എടുത്തിട്ട് ആ ബോഡിയിൽ നമ്മൾ സ്ട്രെസ് അപ്ലൈ ചെയ്യുമ്പോൾ അതിനനുസരിച്ച് എന്ത് മാറ്റമാണ് സ്ട്രെയിന് സംഭവിക്കുന്നത് എന്നുള്ളത് കാണിച്ചു തരുന്ന ഒരു ഗ്രാഫാണ് സ്ട്രെസ് സ്ട്രെയിൻ ഗ്രാഫ് എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് നോക്കാം. ഈ ഗ്രാഫിൽ കുറേ പാർട്സ് ഉണ്ട്. ആ പാർട്സ് ഒക്കെ എന്താണെന്നുള്ളത് നമുക്ക് ജസ്റ്റ് നോക്കാം. അപ്പോൾ ഈ പോയിന്റ് ഓയിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മൾ സ്ട്രെസ് ഇൻക്രീസ് ചെയ്യാണ്. സ്ട്രെസ് ഇൻക്രീസ് ചെയ്യുന്നതിനോടൊപ്പം സ്ട്രെയിൻ ഇൻക്രീസ് ആവണം. സ്ട്രെസ് എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളത് മനസ്സിലാക്കണം. സ്ട്രെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ് ആണ്. സ്ട്രെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സിനനുസരിച്ച് ഉള്ളിൽ ഡെവലപ്പ് ആവുന്ന ഇന്റേണൽ ഫോഴ്സ് ആണ് സ്ട്രെസ് എന്ന് പറയുന്നത്. സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കൊടുക്കുന്ന സ്ട്രെസ്സിനനുസരിച്ച് ബോഡിയിൽ ഉണ്ടാവുന്ന സ്ട്രെയിൻ ഡിഫോർമേഷൻ, അതായത് ഷേപ്പിലെ ചേഞ്ച് ആണ് സ്ട്രെയിൻ എന്ന് പറയുന്നത്. അപ്പൊ അൺടിൽ പോയിന്റ് എ, ഈ പോയിന്റ് എ എന്ന് പറയുന്ന ഈ ഒരു പോയിന്റിന് നമ്മൾ വിളിക്കുന്ന പേര് ഇലാസ്റ്റിക് ലിമിറ്റ് എന്നാണ്. നമ്മൾ നേരത്തെ ഒരു ലിമിറ്റിന്റെ കേസ് പറഞ്ഞിരുന്നു, ഇലാസ്റ്റിക് ലിമിറ്റ് തിയറി പഠിച്ചപ്പോൾ. അതായത് ആ ലിമിറ്റ് വരെ എങ്ങനെയായിരിക്കും, നമ്മൾ ഫോഴ്സ് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ഷേപ്പ് ചേഞ്ച് ആവും. പക്ഷെ ആ ഷേപ്പ് ചേഞ്ച് എങ്ങനെയാണ്, നമ്മൾ ഫോഴ്സ് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഒറിജിനൽ ഷേപ്പിലോട്ട് തിരിച്ചു വരും. അതായത് ഈ ഇലാസ്റ്റിക് ലിമിറ്റിന്റെ അടിയിൽ എല്ലാ ബോഡിയും ഇലാസ്റ്റിക് ആയിരിക്കും, ഇലാസ്റ്റിക് ബിഹേവിയർ ആണ് കാണിക്കുന്നത്. പക്ഷെ അതിന്റെ മേലോട്ട് ഫോഴ്സ് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ബോഡീസ് ഒക്കെ പ്ലാസ്റ്റിക് ബിഹേവിയർ കാണിക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്യും. പ്ലാസ്റ്റിക് ബിഹേവിയർ എന്ന് പറഞ്ഞാൽ ബോഡി പിന്നീട് അതിന്റെ ഒറിജിനൽ ഷേപ്പിലോട്ട് തിരിച്ചു വരില്ല. നമ്മൾ ഫോഴ്സ് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ബോഡി അതിന്റെ ഒറിജിനൽ ഷേപ്പിലോട്ട് തിരിച്ചു വരില്ല. അപ്പൊ അങ്ങനെ ഒരു പോയിന്റാണ് ഈ എ എന്ന് പറയുന്നത്, ഇലാസ്റ്റിക് ലിമിറ്റ്. അപ്പൊ ഇലാസ്റ്റിക് ലിമിറ്റ് വരെ നമ്മുടെ ബോഡി ഹുക്സ് ലോ ഒബേ ചെയ്യും. ഹുക്സ് ലോ നമ്മൾ പഠിച്ചായിരുന്നു. ആ ഹുക്സ് ലോ ഇവിടെ ഒബേ ചെയ്യും. അതായത് ഈ ഒരു പോർഷനിൽ ബോഡി ഹുക്സ് ലോ ഒബേ ചെയ്യും. അതായത് സ്ട്രെസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സ്ട്രെയിൻ. അതാണ് ഹുക്സ് ലോ. ഇനി ഇലാസ്റ്റിക് ലിമിറ്റ് കഴിഞ്ഞ അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് ഈൽഡ് പോയിന്റ് ആണ്. അപ്പൊ ഇതിന്റെ ഇടയിൽ ഹുക്സ് ലോ ഒബേ ചെയ്യുന്നില്ല, ഇലാസ്റ്റിക് ലിമിറ്റ് ക്രോസ് ചെയ്തു. ഇനി ഈ ബോഡിക്ക് ഉണ്ടാവുന്ന ഡിഫോർമേഷൻസ് ഒക്കെ എങ്ങനെയായിരിക്കും, റിവേഴ്സിബിൾ ആയിരിക്കില്ല. അതായത് നമുക്ക് തിരിച്ച് ആ ലോഡ് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ തിരിച്ച് അതിന്റെ ഷേപ്പിലോട്ട് തിരിച്ചു വരാൻ സാധിക്കില്ല. അത് ഈ എ എന്ന് പറയുന്ന പോയിന്റ് വരെയായിരുന്നു പറ്റുള്ളൂ. എ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയാ, ബോഡിയുടെ ഇലാസ്റ്റിക് ലിമിറ്റ് കഴിഞ്ഞു. ഇനി ആ ബോഡി ഇലാസ്റ്റിക് അല്ല. ഇനി ആ ബോഡിക്ക് ഉണ്ടാകുന്ന ചേഞ്ചസ് എങ്ങനെയാണ്, പ്ലാസ്റ്റിക് ആണ്. അതായത് അത് അതിന്റെ ഒറിജിനൽ ഷേപ്പിലോട്ട് തിരിച്ചു വരാനായിട്ട് സാധിക്കില്ല. ഈൽഡ് പോയിന്റ് ആണ്, അല്ലെങ്കിൽ നമ്മൾ അപ്പർ ഈൽഡ് പോയിന്റ് എന്ന് വിളിക്കും. ഈ ഈൽഡ് പോയിന്റ് തൊട്ട് ബോഡി ഈൽഡിങ് സ്റ്റാർട്ട് ചെയ്യണം. അതായത് ബോഡിയുടെ ലെങ്ത് ചേഞ്ച് ചെയ്യാനായിട്ട്, വളരെയധികം ചേഞ്ച് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്യണം. സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോവർ ഈൽഡ് പോയിന്റ് ആണ്. അപ്പൊ ഈ ബിക്കും സിക്കും ഇടയിൽ ബോഡിയുടെ ലെങ്ത് നമ്മൾ അപ്ലൈ ചെയ്യുന്ന സ്ട്രെസ്സിനനുസരിച്ച്, ഇവിടെ നമ്മൾ ഇപ്പോൾ ലോഡ് റിമൂവ് ചെയ്ത് കളഞ്ഞാലും അല്ലെങ്കിൽ നമ്മൾ ലോഡ് കുറയ്ക്കാൻ നോക്കി കഴിഞ്ഞാലും ഇവിടെ സ്ട്രെയിൻ ഇൻക്രീസ് ആയിക്കൊണ്ടിരിക്കും. ആ ഒരു പോയിന്റ്, ആ ഒരു സംഭവത്തിന് നമ്മൾ വിളിക്കുന്ന പേരാണ് ഈൽഡിങ്. അത് ബി ടു സി എന്ന് പറയുന്ന ഈ റീജിയനിലാണ് സംഭവിക്കുന്നത്. അതായത് ബി എന്ന് പറഞ്ഞാൽ അപ്പർ ഈൽഡ് പോയിന്റ് ആണ്, സി എന്ന് പറഞ്ഞാൽ ലോവർ ഈൽഡ് പോയിന്റ് ആണ്. ഇതിന്റെ ഇടയിൽ എന്താ സംഭവിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ലോഡ് ഡിക്രീസ് ചെയ്ത് കഴിഞ്ഞാലും അല്ലെങ്കിൽ ലോഡ് റിമൂവ് ചെയ്ത് കഴിഞ്ഞാലും അതിന്റെ സ്ട്രെയിൻ കുറയുന്നില്ല, സ്ട്രെയിൻ കൂടിക്കൊണ്ടേയിരിക്കും. ഇനി അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് അൾട്ടിമേറ്റ് സ്ട്രെങ്ത് ആണ്. അൾട്ടിമേറ്റ് സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ ഒരു ബോഡിക്ക് താങ്ങാൻ പറ്റാവുന്ന ഏറ്റവും മാക്സിമം സ്ട്രെങ്ത്തിനാണ് നമ്മൾ അൾട്ടിമേറ്റ് സ്ട്രെങ്ത് എന്ന് പറയുന്നത്. അതായത് ഇവിടെ കണ്ടോ, ഇതാണ് ഏറ്റവും മാക്സിമം സ്ട്രെസ് പോയിന്റ്. ഇതിനേക്കാൾ മേലൊരു പോയിന്റ് ഇല്ല. ഏറ്റവും മാക്സിമം സ്ട്രെസ്, ബോഡിക്ക് താങ്ങാൻ പറ്റാവുന്ന ഏറ്റവും മാക്സിമം സ്ട്രെസ് എന്ന് പറയുന്നത് ഈ സ്ട്രെസ് ആണ്. ആ ഒരു പോയിന്റ് നമ്മൾ വിളിക്കുന്ന പേരാണ് അൾട്ടിമേറ്റ് സ്ട്രെങ്ത്. അൾട്ടിമേറ്റ് സ്ട്രെങ്ത് കഴിഞ്ഞാൽ എപ്പോൾ വേണമെങ്കിലും ബോഡി പൊട്ടിപ്പോകും. പോയിന്റ് ഡി കഴിഞ്ഞ് കഴിഞ്ഞാൽ എപ്പോൾ വേണമെങ്കിലും ബോഡി ഫ്രാക്ചർ സംഭവിക്കാം. ഈ പോയിന്റ് ഇ എന്ന് പറയുന്ന പോയിന്റിലാണ് ബോഡിക്ക് ഫ്രാക്ചർ സംഭവിക്കുന്നത്. ആ ഒരു പോയിന്റ് നമ്മൾ വിളിക്കുന്ന പേരാണ് ബ്രേക്കിംഗ് സ്ട്രെങ്ത്. അതായത് ബ്രേക്കിംഗ് സംഭവിക്കുന്നതിന് തൊട്ട് മുന്നുള്ള പോയിന്റ്. കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു സ്ട്രെസ് സ്ട്രെയിൻ ഗ്രാഫിൽ നിന്ന് കിട്ടുന്നത്. അപ്പൊ ആ ഒരു സംഭവം, ഞാനിപ്പോ പറഞ്ഞ സംഭവം
ഈ തിയറി ആയിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങളത് ചുരുക്കി ഞാനത് പറഞ്ഞ രീതിയിൽ അടുത്തത് പോയിസോൺസ് റേഷ്യോ ആണ്. പോയിസോൺസ് റേഷ്യോ പഠിക്കുന്നതിന് വേണ്ടി നമുക്കൊരു കണ്ടീഷൻ നമുക്ക് നോക്കാം. അതായത് ഒരു ബോഡി, ആ ബോഡി ടെൻസൈൽ സ്ട്രെസ് അപ്ലൈ ചെയ്ത് വേണം. അതായത് ടെൻസൈൽ സ്ട്രെസ് എന്ന് പറഞ്ഞാൽ അതിനെ നീട്ടി വലിക്കുന്ന രീതിയിലുള്ള ഒരു ലോഡ് നമ്മൾ അതിൻ്റെ അകത്ത് കൊടുത്തേക്കാണ്. അപ്പോൾ ഇങ്ങനെ ലോഡ് കൊടുക്കുന്ന സമയത്ത് അതിൻ്റെ ലെങ്ത് ഇൻക്രീസ് ആവും, അല്ലെ, ലെങ്ത്തിന് ചേഞ്ച് വരും. അപ്പോൾ അന്നേരം ഈ ഒരു ഡയറക്ഷനിൽ അതിൻ്റെ അകത്തൊരു സ്ട്രെയിൻ ഉണ്ടാവും. ആ സ്ട്രെയിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ലോങ്ങിറ്റ്യൂഡിനൽ സ്ട്രെയിൻ, ഒന്നാമത്തെ സ്ട്രെയിൻ. ഓക്കെ, ഇനി ലെങ്ത് ഇങ്ങനെ ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് എന്തായാലും ഇതിൻ്റെ തിക്നെസ് കുറയും. അതായത് ഈ സാധനം വലിഞ്ഞു പോകുന്ന സമയത്ത് ഇതിൻ്റെ തിക്നെസ് കുറയും. അപ്പോൾ ഈ ഡയറക്ഷനിലും, ഈ കാണിച്ചിരിക്കുന്ന ഡയറക്ഷനിലും അവിടെ ഒരു സ്ട്രെയിൻ ഡെവലപ്പ് ആവും. ടെൻസൈൽ സ്ട്രെസ് കാരണം ലോഞ്ചിറ്റ്യൂഡിനൽ ഡയറക്ഷനിൽ ഒരു സ്ട്രെയിൻ ഉണ്ടാവും. അതേപോലെ തന്നെ ഒരു വേറൊരു സ്ട്രെയിൻ, അതായത് അതിൻ്റെ തിക്നെസ് കുറയുന്നത് മൂലം വേറൊരു സ്ട്രെയിനും കൂടെ അതിൻ്റെ അകത്ത് ഉണ്ടാവും. ആ സ്ട്രെയിൻ നമ്മൾ വിളിക്കുന്ന പേരാണ് ലാറ്ററൽ സ്ട്രെയിൻ. അപ്പം ഇങ്ങനെ രണ്ട് സ്ട്രെയിൻ, ഒരു ബോഡി ഒരു ടെൻസൈൽ ലോഡ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് രണ്ട് രീതിയിലുള്ള സ്ട്രെയിൻ ഉണ്ടാവും. ഒന്ന് ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ, ആ സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ നമ്മൾ അപ്ലൈ ചെയ്യുന്ന ലോഡിൻ്റെ അതേ ഡയറക്ഷനിൽ ഉണ്ടാകുന്ന സ്ട്രെയിനാണ്. ഇനി അതല്ലാതെ പെർപെൻഡിക്കുലർ ആയിട്ട് അതിന് ലാറ്ററൽ ആയിട്ട് ഉണ്ടാകുന്ന സ്ട്രെയിൻ എന്ന് വിളിക്കുന്ന പേരാണ് ലാറ്ററൽ സ്ട്രെയിൻ. ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ്, ഇവിടെ വെച്ചിട്ട് ഇറ്റ് ഈസ് എ റേഷ്യോ ഓഫ് ലാറ്ററൽ സ്ട്രെയിൻ ടു ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ. ഇതാണ് ഇക്വേഷൻ. അതായത് ലാറ്ററൽ സ്ട്രെയിൻ ഡിവൈഡ് ബൈ ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിനെ വിളിക്കുന്ന പേരാണ് പോയിസോൺസ് റേഷ്യോ. ഇറ്റ് ഈസ് ഡിനോട്ടഡ് ബൈ മ്യൂ. സിമ്പിൾ വിളിക്കുന്ന മ്യൂ ആണ്. ജസ്റ്റ് ഇക്വേഷനും അതിൻ്റെ ഡെഫിനേഷനും പഠിച്ചു വയ്ക്കുക. മോഡലിൻ്റെ ലാസ്റ്റ് ടോപ്പിക്കായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് ഷിയർ സ്ട്രെസ്, ഷിയർ സ്ട്രെയിൻ ആൻഡ് മോഡുലസ് ഓഫ് റിജിഡിറ്റി ആണ്. ഈ മൂന്ന് ടേമുകളാണ്. ഷിയർ സ്ട്രെസ്, ഷിയർ സ്ട്രെയിൻ ആൻഡ് മോഡുലസ് ഓഫ് റിജിഡിറ്റി. നമ്മൾ ഷിയർ സ്ട്രെസ് ഓൾറെഡി കവർ ചെയ്തൊരു സാധനമാണ്. നമ്മൾ തിയറിയായിട്ട് ജസ്റ്റ് പറഞ്ഞായിരുന്നു. ഷിയർ സ്ട്രെസ് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, ഒരു ബോഡിയിൽ ഈ രീതിയിൽ ലോഡ് അപ്ലൈ ചെയ്യാനായിരിക്കാം. ഈ രീതിയിൽ ലോഡ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ആ ബോഡിക്ക് ഏത് രീതിയിലുള്ള ഡിഫോർമേഷൻ ആയിരിക്കും സംഭവിക്കുക. ഇങ്ങനെ ഇരിക്കുന്ന ബോഡിയുടെ ഷേപ്പ് ഇതേപോലെ അപ്പോൾ ഈ രീതിയിൽ അപ്ലൈ ചെയ്യപ്പെടുന്ന ലോഡിനെയാണ് നമ്മൾ ഷിയർ ലോഡ് എന്ന് വിളിക്കുന്നത്. അതുമൂലം ഉണ്ടാകുന്ന സ്ട്രെസ്സാണ് ഷിയർ സ്ട്രെസ്. പിന്നീട് അതുമൂലം ഉണ്ടാകുന്ന സ്ട്രെയിനാണ് ഷിയർ സ്ട്രെയിൻ. അപ്പോൾ ഇതിൻ്റെ ഇക്വേഷൻ വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഡിനോട്ട് ചെയ്യുന്നത് ടോ വെച്ചിട്ടാണ്. ഓക്കെ, ടോ ഈസ് ഈക്വൽ ടു, ഇവിടെ കൊടുത്തിട്ടുണ്ട് ടോ ഈസ് ഈക്വൽ ടു ടാൻജൻഷ്യൽ ഫോഴ്സ്, ഇവിടെ അപ്ലൈ ചെയ്തിട്ടുള്ള ഫോഴ്സ് അത് പി ആണ്, ഡിവൈഡഡ് ബൈ ഏരിയ ഓഫ് ഫേസ് എ ബി എഫ് ഇ. ഈ ഫേസിൻ്റെ ഏരിയ ആണ്. ഇപ്പോൾ ഒരു കീബോർഡ് ആണെങ്കിൽ എ ബി എഫ് ഇ എന്ന് പറയുന്ന ഈ ഫേസിൻ്റെ ഏരിയ വെച്ചിട്ടാണ് ഡിവൈഡ് ചെയ്യേണ്ടത്. പി ഡിവൈഡ് ബൈ ഇക്വേഷൻ നോക്കുമ്പോൾ എന്താണ്, ലോഡ് ഡിവൈഡ് ബൈ ഏരിയ തന്നെയാണ്. പക്ഷേ ഏരിയ എന്ന് പറഞ്ഞാൽ ഏത് ഏരിയ ആണ്? ഈ കാണുന്ന ഏരിയ ആണ്. ഓക്കെ, ഇനി അതേപോലെ തന്നെ ഷിയർ സ്ട്രെയിൻ ഉണ്ട്. നോർമൽ സ്ട്രെസ്സും നോർമൽ സ്ട്രെയിനും പോലെ ഷിയർ സ്ട്രെസ്സും ഉണ്ട്, ഷിയർ സ്ട്രെയിനും ഉണ്ട്. ഷിയർ സ്ട്രെയിൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ടാൻ ഫൈ, ഷിയർ സ്ട്രെസ് ഇസ് ഈക്വൽ ടു ടാൻ ഫൈ ഇസ് ഈക്വൽ ടു, ഫൈ എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന ആംഗിളാണ്. ആദ്യം ഈ ബോഡിയുടെ ഇനീഷ്യൽ ഷേപ്പാണ് ഈ കാണുന്നത്. ഇനീഷ്യൽ ഷേപ്പ് ഇനീഷ്യലി ഇങ്ങനെയാണ് ഇരുന്നത്. പിന്നെ നമ്മൾ ഫോഴ്സ് അപ്ലൈ ചെയ്തപ്പോൾ എന്ത് പറ്റി? അത് ഈ രീതിയിൽ ചെരിഞ്ഞു പോയി. അപ്പോൾ ആ ചെരിഞ്ഞതിൻ്റെ ഇടയിൽ വരുന്ന ആംഗിളാണ് ഫൈ. ഷിയർ സ്ട്രെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടാൻ ഫൈ ഇസ് ഈക്വൽ ടു, ടാൻ ഫൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അക്കോർഡിംഗ് ബൈ ട്രിഗണോമെട്രി ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡാണ്. ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറഞ്ഞാൽ എ ഡാഷാണ്, എ ഡാഷ് ഡിവൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ് എന്ന് പറഞ്ഞാൽ ഈ സൈഡാണ്. അതിൻ്റെ ലെങ്ത് എല്ലാണ്, ഇവിടെ തരാത്തയാണ് എല്ലാണ്. അപ്പം എ ഡാഷ് ഡിവൈഡ് ബൈ എൽ. ഇനി ടാൻ ഫൈ ആണ് ഷിയർ സ്ട്രെയിൻ എങ്കിലും നമ്മൾ മിക്കപ്പോഴും ഫൈ മാത്രം ഉപയോഗിച്ചിട്ടാണ് ഷിയർ സ്ട്രെയിനെ റിപ്രസെൻറ്റ് ചെയ്യാറ്. അപ്പം ഇത് ഷിയർ സ്ട്രെസ്, ഇത് ഷിയർ സ്ട്രെയിൻ. ഇനി ഇതുപോലെ നോർമൽ സ്ട്രെസ്സും സ്ട്രെയിനും നമുക്ക് ഓർമ്മയുണ്ടല്ലോ, സിഗ്മേ എപ്സിലോണും. ഹുക്സ് ലോ പറഞ്ഞുകൊണ്ടിരുന്നത് ഇത് രണ്ടും ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണെന്നായിരുന്നു, അല്ലേ? ഈ പ്രൊപ്പോർഷണാലിറ്റി കളയാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തു? ഒരു കോൺസ്റ്റന്റ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്തു. ആ കോൺസ്റ്റന്റ് ആയിരുന്നു ക്യാപിറ്റൽ ഇ. എന്നിട്ട് ഇതിന് നമ്മൾ യങ്സ് മോഡുലസ് എന്ന് വിളിച്ചു. അപ്പോൾ അതേപോലെ തന്നെ ഒരു സാധനം ഇവിടെ ഉണ്ട്. സാധാ നോർമൽ സ്ട്രെസ്സിന് പകരം ഇവിടെ ഷിയർ സ്ട്രെസ്. ഇപ്പുറത്തെ സൈഡിൽ നോർമൽ സ്ട്രെയിന് പകരം ഷിയർ സ്ട്രെയിൻ. ഇവിടെ പ്രൊപ്പോർഷണാലിറ്റി കളയാൻ വേണ്ടിയിട്ട് ഇക്ക് പകരം നമ്മൾ കൊടുക്കുന്നത്, യങ്സ് മോഡുലസിന് പകരം കൊടുക്കുന്നത് ക്യാപിറ്റൽ ജി ആണ്. അതിൻ്റെ പേരാണ് മോഡുലസ് ഓഫ് റിജിഡിറ്റി. നമ്മുടെ ടോപ്പിലെ ഹെഡിങ്ങിൽ കണ്ടില്ലേ, മോഡുലസ് ഓഫ് റിജിഡിറ്റി.
അപ്പോൾ നമ്മുടെ യങ്സ് മോഡുലസ് ഈ പോലെ തന്നെ മറ്റൊരു കോൺസ്റ്റന്റ് ആണ് ക്യാപിറ്റൽ ജി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ജിയുടെ ഇക്വേഷൻ എന്തെന്ന് വരും? അപ്പോൾ ഈ ഫൈനെ പുറത്തിട്ടുണ്ടായാൽ മതി, ഷിയർ സ്ട്രെസ് ഡിവൈഡഡ് ബൈ ഷിയർ സ്ട്രെയിൻ. അതുപോലെ നമ്മൾ പ്രോബ്ലം ചെയ്തപ്പോൾ ഈയുടെ ഇക്വേഷൻ ഉണ്ടായിരുന്നു, ഈസ് ഈക്വൽ ടു സാധാ നോർമൽ സ്ട്രെസ് ഡിവൈഡ് ബൈ നോർമൽ സ്ട്രെയിൻ. അതുപോലെ തന്നെ ഇവിടെ ഷിയർ സ്ട്രെസ് ഡിവൈഡ് ബൈ ഷിയർ സ്ട്രെയിൻ നമുക്ക് എഴുതാൻ പറ്റും. ഇനി ഇത് രണ്ടും കൂടാതെ മറ്റൊരു കോൺസ്റ്റന്റും കൂടെ ഇവിടെ വരുന്നുണ്ട്. ഈ നമുക്ക് ഓൾറെഡി അറിയാം, ജി ഇപ്പോൾ നമ്മൾ പഠിച്ചു. ഇനി കെ എന്ന് പറയുന്ന ബൾക്ക് മോഡുലസ് എന്ന് പറയുന്ന ഒരു ടേം മോഡൽ ഈ അറിയാം, ജി അറിയാം. കെ എന്ന് പറയുന്ന ബൾക്ക് മോഡുലസ് എന്ന് പറയുന്ന ഒരു ടേം മോഡൽ ഇവിടെ അഡീഷണൽ ആയിട്ട് വരുന്നുണ്ട്. ഇനി ഇത് മൂന്ന് നമ്മൾ ബന്ധിപ്പിക്കുന്ന കുറച്ച് ഇക്വേഷൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇക്വേഷൻ നിങ്ങൾ കാണാൻ പഠിക്കാം. ഇക്വേഷൻ ജസ്റ്റ് അത് മാത്രം അറിഞ്ഞിരുന്നു കഴിഞ്ഞാൽ നമുക്ക് പ്രോബ്ലം ചെയ്യാൻ പറ്റും. ജസ്റ്റ് കാണാപ്പാടം പഠിച്ചിട്ട് ഈ പ്രോബ്ലംസ് നിങ്ങളൊന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ ഏതെങ്കിലും രണ്ട് കോൺസ്റ്റന്റ് തന്നിട്ട് അടുത്ത കോൺസ്റ്റന്റ് കണ്ടുപിടിക്കാനൊക്കെ ആയിരിക്കും ഇതുപോലത്തെ ക്വസ്റ്റ്യൻസിൽ പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഇത് സ്വയം ചെയ്ത് നോക്കാം.